Assalamu alaikum everyone. Thank you Izzat School for inviting me as a guest. I'm just 19 years old. I'm a motivation influencer. ഈ ഒരു പ്രായത്തില് ഇത്രയും ഇതൊരു വലിയ സ്റ്റേജ് തന്നെയാണ്, ചെറിയ സ്റ്റേജ് ഒന്നല്ല. എല്ലാരും പറഞ്ഞു ചെറിയൊരു പ്രോഗ്രാമാണ്. പക്ഷെ ഈ ഒരു സ്ഥാനത്ത് എത്തിപ്പെടാന് കാരണം എന്റെ പാരന്റ്സ് തന്നെയാണ്. പഠിച്ചവന്റെ പറക്കത്തിനാലെ ഇവിടെ എത്തിച്ചേർന്നു. ഇറ്റ്സ് ജസ്റ്റ് എ ബിഗിനിങ്. ഞാൻ ജസ്റ്റ് 7 hours മാത്രമേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി എനിക്ക് 200 hours കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. എനിക്കിപ്പം സ്റ്റുഡൻറ് പൈലറ്റ് ലൈസൻസ് കിട്ടിയിട്ടേ ഉള്ളൂ. ഇതാണ് ഫസ്റ്റ് ലൈസൻസ്. ഇനി കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ്, അതാണ് കൊമേഴ്ഷ്യൽ പൈലറ്റ് ആവാനുള്ള ഒരു ലൈസൻസ് ആണ് കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ്. അതിന് കംപ്ലീറ്റ് ചെയ്യേണ്ടത് 200 hours ആണ്. അതിൽ 185 hours ഓൺ സിംഗിൾ എഞ്ചിൻ ആൻഡ് 15 hours ഓൺ മൾട്ടിയിലാണ്. അപ്പം ഇപ്പൊ ഞാൻ സിംഗിൾ എഞ്ചിനാണ് പറത്തിക്കൊണ്ടിരിക്കുന്നത്, സെസ്ന 172. പിന്നെ ഞാനിങ്ങനെയൊക്കെ പറഞ്ഞാൽ മനസ്സിലാവൂലല്ലേ. ഇവിടെ എല്ലാവരും ഉണ്ടോ? +1 +2 പഠിക്കുന്ന എല്ലാവരും ഉണ്ടോ ഈ ഒരു വേദിയിൽ? അപ്പം ഇവിടെ നിൽക്കുന്നത് എത്രാം ക്ലാസ്സാ? നിങ്ങൾക്ക് ഇവിടെ സ്ഥലമില്ലായിട്ടാണോ അവിടെ പോയിക്കുന്നത്? ഓക്കെ. പിന്നെ ആർക്കൊക്കെ പൈലറ്റ് ആവണം? ഇവിടെ ആർക്കും ഇല്ലേ? മടിയാണോ? മടി കൊണ്ടൊന്ന് കൈ പൊന്തിച്ചോളൂ. കൈ വെച്ച് പൊന്തിക്കാനല്ലോ. ആർക്കും വേണ്ടേ? ഓക്കെ, പൈലറ്റ് ആവണം. ഓക്കെ, ഇവിടെ വലിയ കുട്ടികളൊന്നും അത്ര പോരാട്ടോ. അവൾക്ക് ഒരു ഡ്രീമും പ്രത്യേകിച്ചൊന്നും ഇല്ല തോന്നുന്നു. ഡോക്ടർ ആവണോ? ആർക്കൊക്കെ ഡോക്ടർ ആവണം? നിങ്ങൾ തീരെ പോരാ. വലിയ കുട്ടികളൊന്നും പോരാട്ടോ. നിങ്ങളും അടിപൊളിയാണ്. പിന്നെ നല്ല സന്തോഷമുണ്ട് ഈ ഒരു ഏജിൽ ഈ ഒരു വേദിയിൽ ഗസ്റ്റായിട്ട് ക്ഷണിച്ചതിൽ. പിന്നെ ഞാൻ 1 വീക്കിന്റെ ഞാൻ പ്രിൻസിപ്പളിനോട് സാറിനോട് പറഞ്ഞിരുന്നു 1 വീക്കിന്റെ ഉള്ളിൽ തന്നെ പോവും. ഈ ഒരു പ്രോഗ്രാം എനിക്ക് പങ്കെടുക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ 1 വീക്ക് കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു. കുറെ പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം ഇത് കഴിഞ്ഞിട്ട് വേറൊരു പ്രോഗ്രാം ഉണ്ട്. ഇപ്പം ഞാൻ ശരിക്കും ലീവിന് വന്നതാണ്. നമുക്ക് ലീവ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. കാരണം ഇത് ഇൻസ്ട്രക്ടറും കാര്യങ്ങളൊക്കെ റിസൈൻ ചെയ്താൽ വേറെ പുതിയ ഇൻസ്ട്രക്ടർ വരണം. അപ്പൊ ടൈം പിടിക്കുമല്ലോ. അപ്പൊ അതിനുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ്. നാട്ടിൽ വന്നപ്പോ ഇപ്പൊ ഞാൻ വലിയ ഫേമസ് ആയിപ്പോയി. ഞാനൊരു ജസ്റ്റ് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതാണ്. അത് ഉമ്മ പറഞ്ഞു കുട്ടികളെ സഹായിക്കല്ലോ, കുറച്ചുകൂടെ ഇതിനെ കുറിച്ചൊരു ഇൻഫ്ലുവൻസ് കൊടുക്കുകയാണല്ലോ. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ച ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതാണ് ബുള്ളറ്റ് മാനുവിന്റെ. അവരുടെ വീഡിയോ ആണ് 2.5 മില്യന്റെ മുകൾക്കായത്. പിന്നെ കുറെ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ വന്ന് കുറെ ന്യൂസ് ചാനൽ, വീട്ടില് എപ്പോഴും ഗസ്റ്റാണ്. പിന്നെ ഇപ്പം കുറെ അവാർഡ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് അവാർഡ്സ് വാങ്ങുന്ന ഇഷ്ടമാണോ? എനിക്കിപ്പോ അവാർഡ്സ് സ്ഥലമില്ല വെക്കാന്. അതിന് മാത്രം കിട്ടിയിട്ടുണ്ട് അവാർഡ്സ്. എവിടെ കൊണ്ടുപോയി വെക്കുന്നൊന്നും അറിയില്ല ഇപ്പൊ. അൽഹംദുലില്ലാ. പിന്നെ എല്ലാരും ദുആ ചെയ്യുക. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ പറയാനൊന്നുമില്ല. പിന്നെ ഇതിനെ കുറിച്ച് ഞാൻ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണോ? ഓക്കെ. എനിക്ക് 10ാം ക്ലാസ് തുടങ്ങിയൊരു ആഗ്രഹമാണ് പൈലറ്റ് ആകാന്ന് പറയുന്നത്. അതിന് മുന്നേ എനിക്ക് വേറെ പല ഡ്രീംസ് ആയിരുന്നു. വലുതാവും തോറും നമ്മള് ആഗ്രഹങ്ങൾ മാറിക്കൊണ്ടിരിക്കുമല്ലോ, അറിയാലോ. ഇപ്പൊ നിങ്ങൾ 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ വേറെ ടീച്ചർ ആവണം എന്നൊക്കെ ആയിരിക്കും. പക്ഷെ ഇപ്പൊ നിങ്ങൾ ആഗ്രഹം മാറിയിട്ടുണ്ടോ? ഇവിടെ ഒരു ആഗ്രഹം ഇല്ലാത്തവരാ തോന്നുന്നു കേട്ടോ. പക്ഷെ അവിടെ ആഗ്രഹങ്ങൾ ഉള്ളവരുണ്ട്. അപ്പം 10ാം ക്ലാസ്സിൽ ഈ ആഗ്രഹം തുടങ്ങിയപ്പം എനിക്ക് നല്ല ഡൗട്ടായിരുന്നു ഇത് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റൂല്ലേ എന്നുള്ളത്. കാരണം ഫിനാൻഷ്യലി നല്ല എക്സ്പെൻസും കാര്യങ്ങളും ഉണ്ട്. അപ്പം ഉസ്താദാണ്. പിന്നെ ഞാൻ കുറച്ചുകൂടെ എന്റെ കൂടെ കുറെ കുട്ടികളുണ്ട്. എന്റെ ഇതേ ഏജിൽ തന്നെ ട്രെയിനി പൈലറ്റ്സ് കുറെ കുട്ടികളുണ്ട്. പക്ഷെ അവർക്ക് കിട്ടാത്ത ഒരു എന്താ പറയാ ഒരു പ്രിവിലേജ് ആണ് എനിക്ക് കിട്ടിയത്. അത് കാരണത്താൽ അത് എന്താ റീസൺ വെച്ചാല് ഉസ്താദാണ്. ഉസ്താദിന്റെ മോള് ഈ ഒരു മേഖല അധികം ആരും ചൂസ് ചെയ്യാത്തതാണ്. കാരണം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം ഉസ്താദ്മാരെ സാലറി ഒക്കെ എത്ര ആയിരിക്കും. എക്സ്പെൻസ് കൊണ്ട് ഇതൊന്നും കഴിയൂല. പിന്നെ സമുദായത്തിൽ പൊതുവെ ഈ ഉസ്താദിന്റെ മോള് ഈ ഒരു രംഗം, പ്രത്യേകിച്ച് മുസ്ലിം പെൺകുട്ടി തട്ടൊന്നും ഇടാൻ പറ്റൂല, അങ്ങനെ പൈലറ്റ് ആവാൻ കഴിയൂല, അവളൊന്നും ഇവിടെ എത്തൂല എന്നുള്ളതാണ് നമ്മളെ സൊസൈറ്റിയിലെ ഒരു ധാരണ. പക്ഷെ
അത് തികച്ചും തെറ്റാണ്. വെറുതെ നമ്മൾ സൊസൈറ്റീനെ ഡിപ്പെൻഡ് അല്ല ചെയ്യുന്നത്. നമ്മളെ ആഗ്രഹം എന്താണോ അത് നമുക്ക് അച്ചീവ് ചെയ്യണ്ടേ. കാരണം ഇവിടെ നമ്മൾ എന്തായാലും മരിക്കുന്നതിന് മുന്നേ നമ്മളെ ആഗ്രഹങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ പൂർണ്ണമാക്കുക അല്ലേ? ആവണ്ടേ? പൈലറ്റ് ആവണ്ടേ? ഇൻഷാ അല്ലാഹ് ആണ്ടേ? ആവണം. അപ്പം നിങ്ങൾ പാരന്റ്സിനോട് പറഞ്ഞോ എനിക്ക് പൈലറ്റ് ആവണം, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു സംഭവം മേഖല എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? എന്താ പാരന്റ്സ് എന്താ പറഞ്ഞേ? ആവണ്ട പറഞ്ഞോ? എന്താ പറഞ്ഞേ? പഠിക്കാനല്ലേ പറഞ്ഞേ അല്ലേ? അങ്ങനെ പറയുള്ളൂ. പാരന്റ്സ് പഠിക്കാൻ പറയും. എന്താ പറഞ്ഞു പിന്നെ? എങ്ങനെ? ഇപ്പൊ പഠിച്ചിട്ട് പൈലറ്റ് ആവണ്ടാന്നോ? അതന്നെ, പഠിക്കാനുള്ള ആദ്യം പഠിക്കുക. അതാണ് ഞങ്ങളോട് പറയാനുള്ളത്. ഇപ്പൊ എന്താണോ പഠിക്കാനുള്ളത് അത് പഠിക്കുക. എന്താണോ പഠിക്കാനുള്ളത് അത് പഠിക്കട്ടോ. ഇപ്പൊ എക്സാമും കാര്യങ്ങളും ക്രിസ്മസ് വെക്കേഷൻ ആണോ? ഇപ്പൊ ഇന്ന് പൂട്ടും ഇല്ല. ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഉണ്ടല്ലോ അല്ലെ? അതിനുശേഷം ആയിരിക്കും പൂട്ടുന്നത് അല്ലെ? ഓക്കെ. ഇതിപ്പോ 30 വർഷമായല്ലോ ഈ സ്ഥാപനം കൊണ്ടുപോകുന്നത്. കുറെ പിഞ്ചു മക്കളാണ്. നിങ്ങൾക്ക് ആവണോ പൈലറ്റ്? വേണ്ട. ഉള്ളത് ഞാൻ നിങ്ങളോട് എന്താ പറയാന് ആഗ്രഹിക്കുന്നത് എന്താ വെച്ചാല്, നിങ്ങളിപ്പോ പഠിച്ച് കാണിച്ചു കൊടുക്കുക. അപ്പോഴേ രക്ഷിതാക്കള് പൈലറ്റ് ആവാന് സമ്മതിക്കുള്ളൂ. പൈലറ്റ് എന്ന് മാത്രമല്ല, ഏത് മേഖല ആയാലും നിങ്ങൾ പഠിച്ചാൽ മാത്രമേ ഓല് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഓലിപ്പോ പറയും പഠിക്കാന്, ഉള്ളത് പഠിക്കാന്. കാരണം നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അത് പഠിച്ച് കാണിച്ചു കൊടുക്കുക. എത്രയാണോ ഫുൾ മാർക്കൊന്നും വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളെ കൊണ്ട് എന്താണോ പറ്റുന്നത് അത്ര മാർക്ക് വാങ്ങിക്കൊടുക്കുക. അപ്പൊ അവർക്ക് തന്നെ തോന്നും എന്റെ മകള് അല്ലെങ്കിൽ മകന് എത്ര വലിയ സ്ഥാനത്ത് എത്തുമെന്ന്. കാരണം ഞാൻ പൈലറ്റ് ആണ് 10ാം ക്ലാസ്സിന്ന്. ഉമ്മ പറഞ്ഞ് ഇപ്പൊ ഉള്ളത് പഠിക്കാനുള്ളത് പഠിക്കും. അങ്ങനെ പറഞ്ഞിനിമ്മ 10th +1 +2 കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം പറഞ്ഞ്. എനിക്ക് കഴിയണ അത്രത്തോളം ഞാൻ പഠിച്ച് 10ാം ക്ലാസ്സിൽ ഫുൾ A+ ഉണ്ട്. ഇപ്പൊ പൊതുവെ ഫുൾ A+ കിട്ടാൻ വലിയ പണിയൊന്നുമില്ല. നമ്മൾ വിചാരിക്കും അല്ല +1 +2 സിമ്പിളാണ്. ശരിക്കും അത് സയൻസ് ആയാലും സയൻസ് വലിയ സംഭവമാണ് എന്നൊക്കെ ആണ് എല്ലാവരുടെ മൈൻഡിലും. പക്ഷെ സയൻസ് ഒക്കെ സിമ്പിളാണ്. അത് നിങ്ങള് +2 കഴിയുമ്പോ നിങ്ങൾ പറയും, നിങ്ങൾ ഡിഗ്രിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സ് CA CM ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും +1 +2 ഒക്കെ എന്തേനി. കാരണം നമ്മള് ക്ലാസ് കൂടും തോറും നമുക്ക് പഠിക്കാനും കൂടും. അപ്പം ഇപ്പം നിങ്ങൾ അന്നിപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പൊ +1 +2 കുട്ടികളുണ്ടല്ലോ. 10ാം ക്ലാസ് നല്ല സിമ്പിളാണ് തോന്നിയിട്ടുണ്ടോ? ഇല്ലേ? അതന്നെ. അത് കഴിഞ്ഞ് ഇപ്പൊ +2 കഴിഞ്ഞാൽ നിങ്ങൾ ഡിഗ്രി അല്ലെ കോഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ +1 +2 ഭയങ്കര സിമ്പിളാകുന്നു. അത്രേ ഉള്ളൂ. സയൻസ് വലിയ സംഭവം അങ്ങനെയൊന്നുമില്ല. പിന്നെ ഈ ഒരു മേഖല ഞാൻ +1 +2 സയൻസ് എടുത്തത്. പിന്നെ ഞാൻ എന്ന് പറയുന്ന എല്ലാ ദിവസവും പഠിക്കൊന്നുമില്ല. എക്സാമിന്റെ ഒരു 1 month പ്രയറോ അല്ലെങ്കിൽ 2 month പ്രയർ മാത്രമേ പഠിക്കുകയുള്ളൂ. പിന്നെ അവിടെ ഒഴുകൂർ സ്കൂൾ അറിയില്ലേ? ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒഴുകൂരിലാണ് ഞാൻ പഠിച്ചു വളർന്ന്. അവിടെ GMUP സ്കൂളാണ് UP സ്കൂളൊക്കെ കഴിഞ്ഞത്. അപ്പം അവിടെ സാധാ ഒരു ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച ഒരു കുട്ടി ഇന്ന നിലയിൽ എത്തിച്ചേരാനും കാരണം അവിടുത്തെ ടീച്ചേഴ്സാണ്. കാരണം ആ സമയത്ത് +1 +2 10ാം ക്ലാസ് നല്ല മാർക്ക് വാങ്ങിയിട്ടുണ്ട്. എല്ലാത്തിലും ഫുൾ A+ ആണ്. 10th +1 +2 ഫുൾ A+ ആണ്. അതായത് SSLC എനിക്ക് 100% ഉണ്ട്. അത് മറ്റേ കൊറോണ ബാച്ച് ആയിരുന്നു. ഫോക്കസ് ഏരിയ ഉണ്ടായിരുന്നു കുറച്ച്. പിന്നെ +1 +2 എനിക്ക് ടോട്ടലി 97% ഉണ്ട്. ഇതൊക്കെ സിമ്പിളാണ്. പിന്നെ നമ്മള് ട്യൂഷൻ പോവണം. ഞാൻ അതൊരു ട്യൂഷനൊന്നും പോയിട്ടില്ല. ട്യൂഷൻ ശരിക്കും പണിയാണ്. ഞാൻ ട്യൂഷനെ എതിർക്കാനൊന്നുമല്ല. ട്യൂഷൻ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ക്ലാസ് പോലെയാണ്. അത് ശരിക്കും ട്യൂഷനും കൂടെ നമ്മൾ എടുക്കുമ്പോൾ നമ്മളെ സമയം പോവുകയാണ് ശരിക്കും ചെയ്യുന്നത്. കാരണം ചെലവ് വരുന്നുണ്ട്. ട്യൂഷനുള്ള നോട്ട് ബുക്കും കാര്യങ്ങളും വാങ്ങണം. പിന്നെ ട്യൂഷനിക്ക് പോകാനുള്ള നേരം, ട്യൂഷന് വരാനുള്ള നേരം, പിന്നെ ട്യൂഷനിൽ കുറെ കാത്തിരുന്ന് ചിലപ്പോൾ ഉറങ്ങി തൂങ്ങുമല്ലോ. പൊതുവെ ഉറങ്ങി തൂങ്ങല്ലോ. നമ്മൾ സ്കൂളത്തെ മാതിരി തന്നെയാണ് ട്യൂഷൻ. വലിയ വ്യത്യാസമൊന്നുമില്ല. അവിടുത്തെ എഴുതാനുണ്ടാവും, അവിടുത്തും പഠിക്കാനുണ്ടാവും, സ്കൂളത്തും പഠിക്കണം എഴുതണം. ശരിക്കും നമ്മൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇപ്പം തന്നെ കുറെ യൂട്യൂബില് കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതും കണ്ടിട്ടുണ്ട്. ക്രസന്റത്തെ ടീച്ചേഴ്സ് നമുക്ക് എന്തായാലും ഡൗട്ട്സ് ഉണ്ടാവും. നമ്മൾ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതിന് പുറമെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ഞാൻ എന്ത് ചെയ്യും, ഒന്നെങ്കിൽ ടീച്ചേഴ്സിനോട് ചോദിക്കും, അല്ലെങ്കിൽ യൂട്യൂബിൽ പല വീഡിയോസ് ഉണ്ട്. ഇപ്പൊ കുറെ അക്കാദമീസ് ഓൺലൈനായിട്ട് ഫ്രീ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. നമ്മൾ വീട്ടിലിരുന്ന് പഠിച്ചാൽ മതി. ട്യൂഷന് പോകുന്നവര് പോവുക,
ഓക്കെ, നമ്മൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാൻ ആവശ്യമില്ല ശരിക്കും. അപ്പം എല്ലാവരും ഇപ്പം പൊതുവെ പാരൻസിൻ്റെ ഒക്കെ ഒരു ഇതാണ് 10ാം ക്ലാസ് +1 +2 ട്യൂഷന് പോകണമെന്ന്. അതിപ്പോഴത്തെ ഒരു കൺസെപ്റ്റാണ് ശരിക്കും. അതൊരു മണ്ടത്തരാണ് ശരിക്കും കേട്ടോ, ഒരു പൊട്ട ചിന്തയാണ്. ട്യൂഷനൊന്നും പോകേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഞാൻ +1 +2 ഈ ഒരു മേഖലയിൽ എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ സയൻസ് എടുത്താൽ സുഖമാണ്. ഫിസിക്സ് മാത്സോ വേണ്ടി? മാത്സ് ഇഷ്ടമാണോ? ശരിക്കും പറഞ്ഞാലേ ബാക്കിയുള്ള സബ്ജക്ട്സ് ഒക്കെ ഇല്ലേ, അതിനെക്കാട്ടിൽ ഈസി മാത്സാ അല്ലേ? മാത്സ് ഒന്നും കാണാപ്പാടെ പഠിച്ചതിന് ആവശ്യമില്ല. പക്ഷെ ബാക്കി അങ്ങനെയല്ല. ബാക്കി നമ്മൾ മനസ്സിലാക്കി പഠിക്കണം. അത്യാവശ്യം കാണാപ്പാടം പഠിക്കാനും ഉണ്ടാവും. പക്ഷെ മാത്സും ഫിസിക്സും അങ്ങനെയല്ല. ഫിസിക്സ് ഒക്കെ തിയറി ഉണ്ട്, അത് മനസ്സിലാക്കി പഠിച്ചാൽ സിമ്പിളാണ്. പക്ഷെ മാത്സ് ഭയങ്കര ഈസി സബ്ജക്റ്റ് ആണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ വലുതായിട്ട് പഠിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മാത്സ് എത്രത്തോളം ഈസിയാണ്. മാത്സ് നമുക്ക് ടഫായിട്ട് തോന്നാൻ കാരണം ശരിക്കും അതിന്റെ ബേസിക് ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈസിയാണ് സംഭവം മാത്സ്. ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചിട്ടൊന്നുമില്ല. അതായത് വിചാരിച്ച് നിങ്ങൾ പഠിക്കാതെ കേട്ടോ. ഞാൻ 1ാം ക്ലാസ് മുതൽ ഒരു 9ാം ക്ലാസ് വരെ അങ്ങനെ പഠിക്കൊന്നുമില്ല. എക്സാമിനായാലും എക്സാമിന്റെ തലേന്ന് ബുക്ക് എടുത്ത് നോക്കുള്ളൂ. അന്നൊന്നും അധികം പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ആ ഒരു വിധത്തിൽ ഞാൻ പോയി കഴിഞ്ഞാല് ഉമ്മ പറയും ഈ പൈലറ്റ് ആവണം, ഈ അത്ര പഠിക്കൊന്നുമില്ല, കെട്ടിച്ച് പറഞ്ഞേക്കാ പറയുമ്പ അല്ലേ? അപ്പൊ അങ്ങനല്ല പഠിക്കേണ്ടി, നമ്മള് പഠിച്ച് കാണിച്ചു കൊടുക്കണം. പിന്നെ എനിക്ക് അന്ന് അത്ര വലിയ ബുദ്ധിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതായത് ഇങ്ങനെ പഠിക്കൊന്നും വേണ്ട ആ ഒരു രീതിയിലായിരുന്നു. പക്ഷെ 10ാം ക്ലാസ് എത്തിയപ്പം പഠിക്കണം, എനിക്ക് ഇന്നതാവണം, എനിക്ക് പൈലറ്റ് ആവണം, പഠിച്ചാൽ മാത്രമേ എൻ്റെ പാരൻസ് സപ്പോർട്ടീവ് ആവുള്ളൂ എന്നുള്ള ആ ഒരു ഇതുകൊണ്ട് ഞാൻ പഠിച്ച്. ഓക്കെ, അപ്പൊ നിങ്ങളോട് പറയാനുള്ളത് നല്ലോണം ഡ്രീം ചെയ്തോളി, ആകാശത്തോളം ഡ്രീം ചെയ്തോളി. ഞാൻ പൊതുവെ കുറച്ചുകൂടെ നല്ല ആകാശത്തോളം ഡ്രീം ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്തടത്തും ഞാൻ ഡ്രീം ചെയ്യും. ഞങ്ങളോട് പറയുന്നത് എന്താ വെച്ചാൽ ഡ്രീം നല്ലോണം ചെയ്തോളി. പാരൻസിനോട് പറയാം. പക്ഷെ പാരൻസിന് പറയുന്ന കൂടെ നമ്മൾ നല്ല പഠിക്കുക. പിന്നെ ഓലോട് ഇപ്പൊ തന്നെ പൈസ ഉണ്ടാക്കാൻ പറയാം. പൈസ ആണല്ലോ. പക്ഷെ ഈ പൈലറ്റ് എന്ന് പറയുന്ന പൈസ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. അത് പൊതുവെ കുറെ ആൾക്കാർ വിചാരിക്കുന്നുണ്ട് പൈസ മാത്രം മതിയല്ലോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പഠിക്കാൻ കുറച്ച് മടിയൊക്കെ ഉണ്ട്. അപ്പൊ ഈ മേഖല ഞാൻ വിചാരിച്ച് ഫ്ലൈയിങ് മാത്രം പഠിച്ചാൽ മതിയില്ലേ, വേറെ തിയറി ആയിട്ടൊന്നും പഠിക്കാനില്ല വിചാരിച്ച്. പക്ഷെ അത് കയറി കഴിഞ്ഞപ്പോൾ മനസ്സിലായി കണ്ടമാനം പഠിക്കാണ്ട്. പക്ഷെ പൈലറ്റ് ആവണം, പറക്കണം എന്നുള്ള ഡ്രീം ഉണ്ടായതുകൊണ്ട് തന്നെ പഠിക്കുക, അല്ലാതെ വേറെ നിവർത്തിയില്ല. പഠിക്കുക തന്നെ വേണം. ഇപ്പൊ നമ്മളെന്താ ഞാൻ പറയുന്നത് എന്താ വെച്ചാല് നമുക്ക് അറിയാത്ത മേഖല നമ്മൾ കണ്ടുപിടിക്കാം. അത് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. ഞാൻ 10ാം ക്ലാസ്സിനെ ഇതിന് സെർച്ച് ചെയ്യാൻ തുടങ്ങിയത് ഇങ്ങനെ പൈലറ്റ് ആവുക. ഇപ്പൊ പൊതുവെ എല്ലാവർക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഞാൻ തന്നെ കുറെ വീഡിയോസിൽ ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പോരാത്തതിന് പുറമെ ഞാൻ എന്റെ യൂട്യൂബ് ചാനലിലും വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പാർട്ട് 1ഉം 2ഉം 3ഉം ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. എന്റെ പേര് തന്നെയാണ് മറിയം ജുമാന. നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. കുറെ ആൾക്കാർ മെസ്സേജസ് ഒക്കെ അയക്കുന്നുണ്ട് ഇങ്ങനെ പൈലറ്റ് ആവുക, ഇത്ര കോസ്റ്റ് വരുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം പിന്നെ ഇതിൽ ലാംഗ്വേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷും ഹിന്ദിയും പഠിക്കുന്നത് നന്നായിരിക്കും. ഇംഗ്ലീഷ് എന്തായാലും പഠിക്കണം, ഹിന്ദി പഠിക്കുന്നത് നന്നായിരിക്കും. കാരണം ഇന്ത്യന്റെ ഭാഷയാണല്ലോ ഹിന്ദി. അപ്പം അത് നമ്മൾ പഠിക്കുക. പിന്നെ ഞാൻ പറഞ്ഞു ഫിസിക്സും മാത്സിലും 60% എബോവ് ആണ് മാർക്ക് വേണ്ടത് ഈ ഒരു ഫീൽഡിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ. അതിനുശേഷം ക്ലാസ് 2 മെഡിക്കൽ ഉണ്ട്. ക്ലാസ് 2 മെഡിക്കൽ പിന്നെ ECG മീൻസ് ഹാർട്ടിന്റെ ഒരു പൾസിന്റെ ഒരു ചാർട്ട് ഉണ്ട്, അതിനാണ് ECG എന്ന് പറയുന്നത്. പിന്നെ ബ്ലഡ്, യൂറിൻ ടെസ്റ്റ്, BP, പിന്നെ ഹിയറിംഗ് എബിലിറ്റി നോക്കും. ഇതൊക്കെ തന്നെയാണ് നോക്കുന്നത്. പിന്നെ ചെസ്റ്റിന്റെ എക്സ്റേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ തിയറി അക്കാദമി ജോയിൻ ചെയ്തു. ഞാൻ കോഴിക്കോടായിരുന്നു പഠിച്ചത്. അപ്പൊ അവിടെ 6 മാസത്തെ കോഴ്സാണ്. ഈ 6 മാസത്തെ കോഴ്സിലും 6 സബ്ജക്ട്സ് ഉണ്ട്. അപ്പൊ മാക്സിമം എക്സാംസ് ക്ലിയർ ചെയ്യാൻ നോക്കുക. എനിക്കിനിപ്പോ ഒരു എക്സാമും കൂടെ ഉണ്ട്. ഇത് ഫ്ലൈയിങ്ങിന്റെ കൂടെ കൊണ്ടുപോകാൻ കഴിയും. അത് ഫ്ലൈയിങ്ങിലൂടെ അതായത് ശരിക്കും കമ്മ്യൂണിക്കേഷൻ ആണ് ആ ഒരു സബ്ജക്റ്റിൽ വരുന്നത്. RTR എന്ന് പറയും. അത് ഫ്ലൈ ചെയ്യുന്നതിന്റെ കൂടെ കൊണ്ടുപോയാൽ നമുക്ക് അത്രയും ഈസി ആയിട്ട് തോന്നും. പിന്നെ ബാക്കി സബ്ജക്ട്സ് ഇതിൽ എന്തൊക്കെ പഠിക്കേണ്ടി ഞാൻ പറഞ്ഞിട്ടേ, ഇതില് ബയോളജി പഠിക്കാണ്ട്. ഈ പൈലറ്റ് എന്ന ഫീൽഡ് പറയുമ്പോൾ കുറച്ച് ചെറിയൊരു ഡോക്ടറും ആവും, ചെറിയൊരു എഞ്ചിനീയറും ആവും, ചെറിയൊരു മെട്രോളജിസ്റ്റും ആവും. അതാണ് ഇതിന്റെ പ്രത്യേകത. ഞാൻ വിചാരിച്ച ഡ്രൈവിംഗ് മാത്രം പഠിച്ചാൽ പോരെ.
പക്ഷെ കയറിയൊക്കെയപ്പോൾ മനസ്സിലായി ഇതിൽ നാവിഗേഷൻ പറഞ്ഞ ഒരു സബ്ജക്റ്റ് ഉണ്ട്. അതിൽ മാത്സും ഫിസിക്സും ഒക്കെ ബേസ് ചെയ്തിട്ടാണ് വരിക. നമ്മളെ ഈ +1 +2 മറ്റേ ഇന്റഗ്രേഷനും ഡെറിവേഷനും അങ്ങനത്തെ ഒന്നും അല്ല കേട്ടോ, കോമൺ കാര്യങ്ങൾ വെച്ചിട്ടുള്ളതാണ്. പിന്നെ വേറെ സബ്ജക്റ്റ് ലോസ്, നമ്മൾ ചെറിയൊരു അഡ്വക്കേറ്റും കാരണം ഇതിന്റെ ലോസും കാര്യങ്ങളും അത്യാവശ്യം പഠിക്കാണ്ട്. റെഗുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ മെറ്ററോളജി നമ്മളെ കാലാവസ്ഥനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. പിന്നെ ക്ലൗഡ്സ് എല്ലാത്തിനും കുറിച്ച് പഠിക്കാനുണ്ട്. ഭൂമിയെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. പിന്നെ ബയോളജിയിൽ കുറച്ച് വരുന്ന എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും ഹൈറ്റ് ആൾട്ടിറ്റ്യൂഡിൽ പറക്കുമ്പോൾ നമുക്ക് മെന്റലി കുറെ കാര്യങ്ങൾ പ്രശ്നം വരുമല്ലോ, പ്രഷർ വേരിയൻസ് കാരണം. അപ്പൊ എന്തൊക്കെ ഫീൽ ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങളാണ് ബയോളജി ആയിട്ട് പഠിക്കാനുള്ളത്. പിന്നെ നമ്മള് എയർക്രാഫ്റ്റ്, അതായത് ഫ്ലൈറ്റിന്റെ പാർട്സ് എന്തൊക്കെ, എങ്ങനെ വർക്ക് ചെയ്യണത്, അതാണ്. ഇപ്പൊ നമ്മളൊരു കാറിന്റെ ലൈസൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതെങ്ങനെ ഓടിക്കാന്ന് മാത്രം പഠിച്ചാൽ മതി. പക്ഷെ ഒരു പൈലറ്റിന്റെ ലൈസൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ അത് എന്തൊക്കെ പാർട്സ് ആണ്, എങ്ങനെ വർക്ക് ചെയ്യണം ഒക്കെ പഠിക്കാനുണ്ട്. അപ്പൊ ഒരു എഞ്ചിനീയർ ആവും, പിന്നെ ഒരു ചെറിയൊരു ലോയിസ്റ്റ് ആവും, പിന്നെ മെട്രോളജിസ്റ്റ് ഒക്കെ ആവും, ബയോളജിസ്റ്റ്, ഡോക്ടറും ആവും. എല്ലാം പാടെ ഒരു കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു മേഖലയാണിത്. പിന്നെ ഈ ഒരു എക്സാംസിനൊക്കെ വാലിഡിറ്റി ഉണ്ട്. എക്സാമിനൊക്കെ 5 years വാലിഡിറ്റി ഉള്ളു. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റിന്യൂവൽ ചെയ്യണം. നമ്മൾ പിന്നെയും എക്സാം എഴുതി പഠിക്കണം. അപ്പം ജോലി കിട്ടിയാലും പഠിച്ചുകൊണ്ടേയിരിക്കുക. അതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. എന്താന്ന് വെച്ചാല് ജോലി കിട്ടി പിന്നെ പഠിച്ചണ്ട, പിന്നെ ഇങ്ങനെ ജോലി ചെയ്യുക, പൈസ വരിക, ഇങ്ങനെ എൻജോയ് ചെയ്യുക, ആ ഒരു ഇതേന്. പക്ഷെ എന്തായാലും എനിക്ക് പറക്കണം. അതുകൊണ്ട് അതൊക്കെ ഞാൻ എന്ത് ചെയ്യും, ആക്സെപ്റ്റ് ചെയ്തിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് പ്ലാന്. എല്ലാവരും ദുആ ചെയ്യുക. പിന്നെ എന്തെങ്കിലും പറയാന്, ഞാൻ എന്തെങ്കിലും പറയണോ? ആർക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പഠിച്ചാൽ നല്ല പണിയുണ്ടോന്നോ? ഞാൻ പറഞ്ഞല്ലോ, ഒരു എഞ്ചിനീയറോ ആവാം, ഒരു ചെറിയൊരു ഡോക്ടറോ വല്ലതും ആവാം. പഠിച്ചാൽ നല്ല പണിയുണ്ടോന്നോ? ഈ ഇപ്പൊ എത്ര ക്ലാസ്സാ പഠിക്കുന്നത്? 4ാം ക്ലാസ്സോ? ടോപ്പറാണോ ക്ലാസ്സില്? ആണോ? എന്ത് തള്ളനാണോ? തള്ളോ? പൈലറ്റോ? തല്ലൻ? ഓ, വില്ലനാണോ? പിന്നെ എന്തൊക്കെയാ പറയുന്ന, ഒന്നും മനസ്സിലാവുന്നില്ല. കൊമേഡിയനോ? എനിക്കൊന്നും മനസ്സിലായി. Excuse me. Good morning, Jumana, and I'm Rasha Rahma from +2 Science. And today we are eager to honor to invite you in this auspicious occasion, and we are really eager to hear from you. Can I ask the first question? Yeah, sure. Was aviation always your dream, or did you discover it later? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 10th തുടങ്ങിയൊരു ആഗ്രഹമാണ്. ഈ ആഗ്രഹം എന്തുകൊണ്ട് ചൂസ് ചെയ്തു എന്ന് ചോദിച്ചാല്, എനിക്ക് ഒരു റൂമിന്റെ ഉള്ളിൽ അടച്ചിട്ട് ഒരു കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു ജോലി എനിക്ക് താല്പര്യമില്ല. നമുക്ക് ഓരോരോ ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ, ഓരോരുത്തർക്കും ഓരോരോ ഇൻട്രസ്റ്റ് ആയിരിക്കും. ചിലവർക്ക് ഒരു എൻജോയ്മെന്റ്, ചിലവർക്ക് ഇങ്ങനെ കുത്തർന്ന് ഇങ്ങനെ വർക്ക് ചെയ്യാന്ന്. അപ്പം എന്റെ രീതിയിൽ ഒരു പ്രകൃതി ഭംഗി ആസ്വദിച്ചിട്ടുള്ള ഒരു ജോലി ചെയ്യാനാണ് താല്പര്യം. അപ്പൊ പൈലറ്റ് എന്നുള്ള ഇതെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എല്ലാ ദിവസവും വർക്ക് ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് മന്ത്ലി ഒരു ഷെഡ്യൂൾ ഉണ്ടാവും, ഏത് ദിവസമാണ് നമ്മൾ ഫ്ലൈയിങ്ങും കാര്യങ്ങളും ഉള്ളത്, അതൊക്കെ ഉണ്ടാവും. അപ്പം പിന്നെ പോരാത്തതിന് നമ്മളെ കോക്പിറ്റ് വ്യൂ എന്ന് പറയുന്ന ബെസ്റ്റ് ഓഫീസ് വ്യൂ ആണ്. ഈ ലോകത്തിൽ തന്നെ ബെസ്റ്റ് ഓഫീസ് വ്യൂ ആണ് കോക്പിറ്റ് വ്യൂ. അത് നിങ്ങള് കണ്ടിട്ടുണ്ടാവും കോക്പിറ്റിന്റെ വ്യൂ ഒക്കെ. പിന്നെ യൂണിഫോമും അല്ലതും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഈ ഒരു മേഖല ചൂസ് ചെയ്തു. What is inspired you to pursue a career in aviation? What to inspire pursue a career in aviation? കരിയർ ഇൻ ഏവിയേഷൻ അതന്നെ ഞാൻ മുന്നേ പറഞ്ഞു. സ്കൈ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടും പിന്നെ നമ്മള് ഭൂമിയിൽ തന്നെയാണല്ലോ നിക്കുന്നത്. പറന്നാ കൊള്ളാലോ. പറക്കാൻ ആഗ്രഹമില്ലേ?
ഇല്ല. പറക്കാൻ ചിലർക്ക് ആഗ്രഹം ഉണ്ടാവും. ഇപ്പം ഞാൻ തന്നെ ഒരു ചെറിയ കുട്ടിയായി എന്ന് ഞാനൊരു പരുന്തായി മാറിയിരുന്നെങ്കിൽ ഒന്ന് ആകാശക്കൊന്ന് പറക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ചിലവർക്കുള്ള തോന്നലാണ്. എല്ലാവരുടെ മൈൻഡും ഡിഫറെന്റ് ആണ്, എല്ലാവരുടെ ക്യാരക്ടറും ഡിഫറെന്റ് ആണ്. അപ്പൊ എനിക്ക് അന്നേ തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ പൈലറ്റ് എന്നുള്ള ഒരു ചിന്ത ഇല്ലായിരുന്നു. അത് 10th ഒന്നും തുടങ്ങി. Did you face any challenges when entering the aviation industry, and how did you overcome that? ഓഫ് കോഴ്സ് ചാലഞ്ചസ് ഇതിൽ നല്ലോണം ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞ് കുറെ സബ്ജക്ട്സും കാര്യങ്ങളും പഠിക്കാനുണ്ട്. ഞാൻ ഒരു ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച ഒരു കുട്ടിയാണല്ലോ. അപ്പം ആ ഒരു നിലയിൽ ഇങ്ങോട്ട് പോയപ്പം ഓക്സ്ഫോർഡ് ബേസ് ചെയ്തിട്ടാണ് നമ്മളെ ബുക്കും കാര്യങ്ങളും. അപ്പം ആ ഒരു ക്ലാസ് എനിക്ക് ഫസ്റ്റ് ഒരു 1 മന്തിൽ എനിക്ക് വലിയ മനസ്സിലായിട്ടൊന്നുമില്ലായിരുന്നു ക്ലാസ്. കാരണം +2 കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് അത്ര ഫ്ലുവൻ്റ് അല്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചൊരു കുട്ടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഒഴുകൂർ സ്കൂളിൽ അവിടെ ഇംഗ്ലീഷൊന്നും അല്ല കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ടത്. ഇപ്പൊ CBSE ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷാണ് നമ്മൾ പറയുമ്പോൾ സംസാരിക്കുമ്പോഴൊക്കെ ഇംഗ്ലീഷാണല്ലോ പറയേണ്ടത്. അപ്പൊ ആ ഒരു ഇതുകൊണ്ട് തന്നെ +2 കഴിഞ്ഞിട്ട് പിന്നെ ആദ്യം ബാംഗ്ലൂരിൽ പോയി, ഞാനും ഉമ്മയും മാത്രം ക്ലാസ് 2 മെഡിക്കൽ എടുക്കാൻ. ഞാൻ പറഞ്ഞല്ലോ മെഡിക്കൽ എടുക്കണം. അപ്പൊ അതിനു വേണ്ടി പോയപ്പം ഇംഗ്ലീഷ് പ്രശ്നമാവുമോ, എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മനസ്സിലാവും, അങ്ങോട്ട് സംസാരിക്കാനും അറിയും, പക്ഷെ എന്നാലും ഒരു പേടി, സംസാരിക്കാൻ ഞാൻ പറയുന്നതിൽ എന്ത് തെറ്റുണ്ടാവുമോ, സംസാരിക്കാൻ എന്നെ കൊണ്ട് കഴിയുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ സംസാരിക്കല്ലാതെ വേറെ മാർഗമില്ല. അപ്പൊ ആ ഒരു സമയത്ത് ഇംഗ്ലീഷ് തന്നെ ഇപ്പൊ എനിക്ക് കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ ഏത് വേദിയിൽ എന്തു സംസാരിക്കും, എനിക്ക് ആ ഒരു ധൈര്യം ഉണ്ട്. ഇപ്പം +2 കഴിഞ്ഞിട്ട് ഈ ഒരു മേഖല ചൂസ് ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും ഒരു എനർജിയും കാര്യങ്ങളൊക്കെ കിട്ടിയത്. ഇത് ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ. അപ്പൊ ഇംഗ്ലീഷ് എനിക്കൊരു പ്രശ്നമാവുമോന്ന് ആ ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് സംസാരിച്ചു ഇപ്പൊ ഓക്കെ ആയി. പിന്നെ ഞാൻ ഫ്ലൈയിങ് മഹാരാഷ്ട്രയിലാണ് ചെയ്യുന്നത്. ഇവിടെ കേരളത്തിലത്തെ ഒരാളും ഇല്ല എൻ്റെ കൂടെ, ഞാൻ മാത്രമേ ഉള്ളൂ ശരിക്കും മലയാളി. പക്ഷെ 2 തമിഴൻസ് ഉണ്ട്, അവർക്ക് മലയാളം അറിയാം. എൻ്റെ കൂടെ ഉള്ളൊരു ചെക്കന് ട്രിവാൻഡ്രത്താ, അവരുടെ പാരൻസ് ഒക്കെ അവിടെ സെറ്റിൽ ആയതാണ്. പക്ഷെ പാരൻസ് ഒക്കെ തമിഴ്നാട്ടുകാരാ. അപ്പൊ മലയാളം അറിയുന്ന 2 കുട്ടികളുണ്ട്, ബാക്കിയൊക്കെ ഹിന്ദിക്കാരാണ്. സോ നമ്മൾ ഇംഗ്ലീഷിലേ സ്പീക്ക് ചെയ്യലുള്ളൂ, ഇംഗ്ലീഷും ചിലപ്പോൾ ഹിന്ദിയും. അതാണ് ഞാൻ പറയുന്നത്, ഇംഗ്ലീഷും ഹിന്ദിയും കൂടെ നമ്മൾ പഠിക്കുന്നത് നന്നായിരിക്കും എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് ഞാൻ നേരിട്ട ചാലഞ്ചസ്. പിന്നെ മഹാരാഷ്ട്രയിലൊക്കെ പോകാൻ നല്ല ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അതായത് നമ്മൾ ഫ്ലൈയിങ് സ്കൂളിൽ ജോയിൻ ചെയ്യുമ്പം റിട്ടേൺ ടെസ്റ്റ് ഇന്റർവ്യൂ ഉണ്ടാവും. അത് ഈ SPL ലൈസൻസ് കിട്ടാൻ, സ്റ്റുഡന്റ് പാൽ ലൈസൻസ് കിട്ടാൻ. അപ്പം ആ ഒരു ഇതുകൊണ്ടും ഞാനും ഉമ്മയും മാത്രമാണ് പോകുന്നത്. അന്ന് പെട്ടെന്നായിരുന്നു, ടിക്കറ്റും കാര്യങ്ങളൊന്നും കൺഫേം ഒന്നും അല്ലായിരുന്നു. അങ്ങനെ TT-നോടൊക്കെ സംസാരിച്ച് അത് വല്ലാത്തൊരു ജേണി ആയിരുന്നു. കുറെ ചാലഞ്ചസ് നേരിട്ടിട്ടുണ്ട്. അതിപ്പോ സമൂഹത്തിൽ നിന്നാണെന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഒരു ഹിജാബ് ഇട്ടാണൊന്നും ഈ ഒരു മേഖല ചൂസ് ചെയ്യാൻ പറ്റൂല. പിന്നെ ഉസ്താദിന്റെ മോളല്ലേ, ഒരു പെൺകുട്ടിയല്ലേ, എങ്ങനെ ഓള് ആകാശത്തിൽ പറക്കണ്, ആ ഒരു ചാലഞ്ചസ് ഒക്കെ നേരിട്ടുണ്ട്. ഇതൊക്കെയാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മതപരമായ മൂല്യങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങളും എങ്ങനെയാണ് നിങ്ങൾ കൊണ്ടുപോയത്? അത് പാരന്റ്സിന്റെ സപ്പോർട്ട് കാരണത്താൽ തന്നെയാണ്. അവരെന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, നീ ഏതൊരു പൊസിഷനിൽ എത്തിയാലും നമ്മളുടെ പേഴ്സണാലിറ്റി എന്താണോ അത് കീപ്പ് ചെയ്യുക. അത് കീപ്പ് ചെയ്തിട്ട് അവർത്തൊക്കെ മറിച്ചുകൊണ്ട് നീ മുന്നോട്ട് പോവുക. അത് ഉമ്മാക്ക് കൊടുത്ത ഒരു വാക്കാണ്. അതെനിക്ക് സാധിക്കാൻ കഴിയട്ടെ. ഇതുവരെ സാധിച്ചിട്ടുണ്ട്, ഇനിയും ഭാവിയിൽ സാധിക്കാൻ കഴിയട്ടെ. ഒരു ഹ്യൂമാനിറ്റീസ് എടുത്ത കുട്ടിക്ക് ഈ ഫീൽഡിലേക്ക് എത്താൻ പറ്റുമോ? സയൻസിൽ മാത്സും ഫിസിക്സും ഒക്കെ വേണമെന്നുണ്ടോ? അത് NIOS എക്സാം ഉണ്ട്. NIOS എക്സാം വഴി നമുക്ക് ഫിസിക്സും മാത്സും എഴുതാം. അത് കോമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും അവർക്ക് ആ ഒരു വഴി എഴുതിയിട്ട് എക്സാം പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് തിയറി ചെയ്യാം. സാധാരണക്കാർക്ക് ഈ കോഴ്സ് അഫോർഡബിൾ ആണ്? അഫോർഡബിൾ ആണോ ചോദിച്ചാല് നമ്മളെ പാരന്റ്സിന്റെ അടുത്ത് അത്യാവശ്യം പൈസയൊക്കെ വേണം. ഇപ്പം ഇതുവരെ ഉമ്മാന്റെ സ്വർണ്ണൊക്കെ തന്നെയാണ്. പിന്നെ എന്താ പറയാ, സഹായിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടായേക്കാം. കാരണം ഇപ്പത്തെ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിച്ചാൽ മതി. പിന്നെ നമ്മളെ കഴിവുണ്ടോ, സമൂഹം പലരും നമ്മളെ സഹായിക്കാൻ വരും. പിന്നെ വേറൊരു മേഖല എന്ന് പറയുന്നത് ഫൈറ്റർ പൈലറ്റ് ആയിട്ട് നമുക്ക് ജോലി ചെയ്യാം.
ഫൈറ്റർ പൈലറ്റ് എയർഫോഴ്സിൽ. അത് കുറച്ചുകൂടെ ഒരു ടഫായിട്ടുള്ള ഒരു മേഖലയാണ്. അത് നമ്മൾ NDA +1 +2 പഠിക്കുമ്പോൾ തന്നെ NDAക്ക് പഠിച്ചു തുടങ്ങുക. NDA എക്സാം പാസ്സായി കഴിഞ്ഞാൽ മെഡിക്കൽ ടെസ്റ്റ് ഉണ്ട്. മെഡിക്കൽ പാസ്സായി കഴിഞ്ഞാൽ ഇന്റർവ്യൂ ഉണ്ട്, SSB ഇന്റർവ്യൂ ഉണ്ട്. അതും പാസ്സായി കഴിഞ്ഞാലാണ് ട്രെയിനിങ് കഴിഞ്ഞാലാണ് ജോലി. അപ്പൊ അത് വലിയൊരു പ്രോസസ്സിംഗ് ആണ്. എല്ലാതും നല്ല ടഫായിട്ടുള്ളൊരു സാധനമാണ്. മെഡിക്കൽ നല്ല സെറ്റ് ആവണം. ചെറിയ ചെറിയ പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് മെഡിക്കൽ പാസ്സാവാൻ കഴിയൂല. അപ്പം ആ ഒരു മേഖലയിൽ കൂടെ പോയിട്ട് അവിടെ എയർഫോഴ്സിലെ ഫൈറ്റർ പൈലറ്റ് ആയിട്ട് ഇത്ര വർഷം, ഐ തിങ്ക് 7 years or 14 years അത്രയും വർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കൊമേഴ്ഷ്യലിലോട്ട് അവിടെ റിട്ടയർഡ് ആയതിനു ശേഷം മാത്രമേ കൊമേഴ്ഷ്യൽ പൈലറ്റിലോട്ട് നമുക്ക് വരാൻ പറ്റൂ. അപ്പം അഫോർഡബിൾ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു മേഖല കൂടെ ചൂസ് ചെയ്യും. ഞാൻ ഉമ്മാരോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ആവൂലെങ്കിൽ ഞാൻ ആ ഒരു മേഖല തെരഞ്ഞെടുത്തോളാം. പക്ഷെ എനിക്ക് NDAക്ക് ഒരു ടൈമുണ്ട്. NDA എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ഒരു ടൈമുണ്ട്. പിന്നെ ആ ട്രെയിനിങ്ങിന് ഇത്ര ഏജ് ആകുമ്പോൾ തന്നെ എനിക്ക് കറക്റ്റ് അറിയില്ല. അന്ന് ഇതൊക്കെ 10th ഞാൻ സെർച്ച് ചെയ്ത കാര്യങ്ങളാണ്. അപ്പം 12th സോറി. അപ്പം ആ ഒരു സമയത്ത് എന്റെ ഏജ് കഴിഞ്ഞിരുന്നു. അതായത് 18 വയസ്സോ അതിന് മുന്നേ അപ്ലൈ ചെയ്യണം, അങ്ങനെ എന്തോ ഒരു ഡൗട്ട് ഉണ്ട്, എന്തോ ഒരു ഇതുണ്ട്. അപ്പം ആ ഒരു സമയം കഴിഞ്ഞതുകൊണ്ട് എനിക്ക് NDA എന്തായാലും എഴുതാൻ പറ്റൂല. NDA എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ 4 years ഡിഗ്രി ചെയ്യണം, 4 വർഷം ഡിഗ്രി. അപ്പം 4 വർഷം ഡിഗ്രി പോണല്ലോ. പിന്നെ ഞാൻ ഓൾറെഡി ഡിഗ്രി ചെയ്യാതെ എന്തെങ്കിലും കോഴ്സ് ചെയ്യാനാണ് എനിക്ക് താല്പര്യം. അപ്പം 4 വർഷത്തെ ഡിഗ്രി എടുത്തതിന് ശേഷം AFCAT എൻട്രൻസ് എക്സാം ഉണ്ട്, എയർഫോഴ്സ് കോമൺ എൻട്രൻസ് എക്സാം. അപ്പം ആ ഒരു എക്സാം പാസ്സായതിനു ശേഷം നമുക്ക് മെഡിക്കൽ ടെസ്റ്റ്, ഇന്റർവ്യൂ, പിന്നെ ട്രെയിനിങ്, പിന്നെ ഫ്ലൈയിങ്, അങ്ങനെ ചെയ്യാൻ കഴിയും. അപ്പം ഞാൻ ഉമ്മാനോട് പറഞ്ഞു, ഇനി ഇങ്ങനെ ആവില്ലെങ്കിൽ ആ ഒരു മേഖല ഞാൻ പോവും. പിന്നെ ഉമ്മ ചോദിച്ചു, ഇനി മരിക്കാനാണോ ഈ പോണെന്ന്. അതിപ്പോ എവിടെയായാലും നമ്മള് പഠിച്ച നിശ്ചയിച്ചൊരു കാര്യമാണല്ലോ, നമുക്ക് എന്തായാലും പറയാൻ പറ്റൂല. അത് ഓൾറെഡി അത് നിശ്ചയിച്ചാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും ഒരു ദിവസം മരിക്കും. പിന്നെ എനിക്ക് പട്ടാളാവാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്റെ കൺസെപ്റ്റ് എന്താന്ന് വെച്ചാല്, പക്ഷെ ഇപ്പം അതിന്റെ ഇടയിലാണ് പൈലറ്റ് വന്നത്. പട്ടാളം ആവുന്നത് എന്ത് താല്പര്യം വെച്ചാല് നമ്മള് ഏതായാലും മരിക്കുന്നതിന്റെ മുന്നേ നമ്മളെ കൊണ്ട് എന്താണോ സാധിക്കുന്നത് അത് രാജ്യത്തിനും വേണ്ടിയിട്ട് പോരാടി മരിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതിനിടെ ഈ പൈലറ്റ് വന്നപ്പം പിന്നെ ആ ഒരു ഇത് ചൂസ് ചെയ്തു. പറക്കാൻ ചിലർക്ക് ആഗ്രഹം ഉണ്ടാവും. ഇപ്പം ഞാൻ തന്നെ ഒരു ചെറിയ കുട്ടിയായെന്ന് ഞാനൊരു പരുന്തായി മാറിയിരുന്നെങ്കിൽ ഒന്ന് ആകാശക്കൊന്ന് പറക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ചിലർക്കുള്ള തോന്നലാണ്. എല്ലാവരുടെ മൈൻഡും ഡിഫറെന്റ് ആണ്, എല്ലാവരുടെ ക്യാരക്ടറും ഡിഫറെന്റ് ആണ്. അപ്പൊ എനിക്ക് അന്നേ തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ പൈലറ്റ് ആവണം എന്നുള്ള ഒരു ചിന്ത ഇല്ലായിരുന്നു. അത് 10th തുടങ്ങി. Did you face any challenges when entering the aviation industry and how did you overcome that? Of course, challenges ഇതിൽ നല്ലോണം ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞ കുറെ സബ്ജക്ട്സും കാര്യങ്ങളും പഠിക്കാനുണ്ട്. ഞാൻ ഒരു ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച ഒരു കുട്ടിയാണല്ലോ. അപ്പം ആ ഒരു നിലയിൽ ഇങ്ങോട്ട് പോയപ്പം ഓക്സ്ഫോർഡ് ബേസ് ചെയ്തിട്ടാണ് നമ്മളെ ബുക്കും കാര്യങ്ങളും. അപ്പം ആ ഒരു ക്ലാസ് എനിക്ക് ഫസ്റ്റ് ഒരു 1 month എനിക്ക് വലിയ മനസ്സിലായിട്ടൊന്നുമില്ലായിരുന്നു ക്ലാസ്. കാരണം +2 കഴിഞ്ഞിട്ട് നേരിൽ ഇങ്ങോട്ട് വരിക എന്ന് പറയുമ്പം അത്യാവശ്യം ഒരു എഞ്ചിനീയർ ലെവലൊക്കെ പഠിക്കാനുള്ളത്. ഡിഗ്രി കഴിഞ്ഞ് വരുന്നവർക്ക് വലിയ പ്രശ്നമില്ല. പക്ഷെ +2 കഴിഞ്ഞിട്ട് നേരിട്ട് ഇങ്ങോട്ട് വരുമ്പം +1 +2 മാതിരിയേ അല്ല ഇത്. ഞാൻ പറഞ്ഞല്ലോ, സബ്ജക്റ്റ് ഡിഫറെന്റ് ആണ്. എന്നോട് പേഴ്സണലി കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, ഫിസിക്സും മാത്സും അങ്ങനെ സെപ്പറേറ്റ് സബ്ജക്റ്റ് ആണോ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അന്തം വിട്ടേ. കാരണം ചെറിയ ചെറിയ പാർട്സ് മാത്രം വന്നിട്ട് വേറൊരു സബ്ജക്റ്റേ ആണ് എയർ നാവിഗേഷൻ എന്ന് പറയുന്നത്. അപ്പം എന്തായിരുന്നു ചോദിച്ചിട്ട് മറന്നുപോയി. ചാലഞ്ചസ്. ഓക്കെ. അപ്പൊ അത്രയും തോളം പഠിക്കാനുണ്ടല്ലോ. അപ്പം 1 month എനിക്ക് മനസ്സിലായിട്ടൊന്നുമില്ലായിരുന്നു. ഞാൻ കരഞ്ഞിട്ടുണ്ടല്ലോ, അമ്മ ഞാൻ കരഞ്ഞിട്ടുണ്ട്, എനിക്കൊന്നും പഠിക്കാൻ പറ്റണില്ല പറഞ്ഞിട്ട്. പക്ഷെ ഉമ്മ പറഞ്ഞ് സാരല്ല, എന്തായാലും ടൈം പിടിക്കല്ലോ, +2 കഴിഞ്ഞ് നേരിട്ട് പോയതാണല്ലോ, ടൈം പിടിക്കും, വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞു. ഞാൻ പിന്നെ 1 month കഴിഞ്ഞു. ഞാൻ പിന്നെ ഇരുന്ന് വായിക്കാൻ തുടങ്ങി. പിന്നെ ഇങ്ങനെ ട്രാക്കിൽ വന്നതിന് ശേഷം എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റി. അപ്പം പഠനം എന്ന് പറയുന്നത് നമ്മൾ ഇന്നെ ഒരു ലോൺലി ആയിട്ട് ചിലപ്പോൾ ഫീൽ ചെയ്യും.
കാരണം പഠിക്കാൻ നമുക്ക് ഒന്നും ക്ലാസ് ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ അപ്പം എനിക്ക് പഠിക്കണം, എനിക്ക് പൈലറ്റ് ആണെന്ന് വിചാരിച്ചിട്ടാണല്ലോ ഞാൻ കയറിയത്. അപ്പം എനിക്ക് ഒന്ന് ക്ലാസ് ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് നമുക്ക് ഒരു എന്താ പറയാ ഒരു സങ്കടം ഉണ്ടാവും. ആ ഒരു സങ്കടത്താലാണ് ഞാൻ കരഞ്ഞു അന്ന്. ഞാൻ ഒരു വേദിയിൽ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അതൊരു ചാലഞ്ചാണ്. നമ്മള് മനസ്സിലാവാതെ പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അപ്പം അതൊരു ചാലഞ്ചാണ്. പിന്നെ വേറെ ചാലഞ്ച് എന്ന് വരുമ്പം എക്സ്പെൻസ് ആണ്, നല്ല കോസ്റ്റ്ലി ആണല്ലോ. അപ്പോൾ ഞാൻ പാരൻസിനോട് പറഞ്ഞപ്പം ഉപ്പ പറഞ്ഞു നമുക്കിത് നടക്കുവോ, പൈസക്കാർക്ക് നടക്കുന്നതാണല്ലോ. ഉമ്മ പറഞ്ഞു എന്തുകൊണ്ട് നമുക്ക് കഴിഞ്ഞൂടാന്ന് പറഞ്ഞിട്ട് ഉമ്മ ഒരു പോസിറ്റീവ് എനർജി ആയിട്ട്. എനിക്ക് ഇൻസ്പിറേഷൻ എൻ്റെ പാരൻസ് തന്നെയാണ്. ഉമ്മ പോസിറ്റീവ് ആയാല് ഉപ്പയും പോസിറ്റീവ് ആവും. അപ്പൊ രണ്ടുപേരുടെയും സപ്പോർട്ട് കാരണത്താലാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ നമ്മള് പാരൻസിന്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമ്മൾ എന്തായാലും ഈ ഒരു മേഖലയിൽ പോയിട്ട് കാര്യമില്ല. കാരണം അവര് സപ്പോർട്ട് എന്തായാലും വേണം. പാരൻസിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു എന്താ പറയാ നമ്മൾ ആഗ്രഹം അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവര് കൂടെ സപ്പോർട്ട് ആവണം. അതൊരു ചെറിയൊരു ചാലഞ്ച് തന്നെയാണ്. പിന്നെ എക്സ്പെൻസും കാര്യങ്ങളും ഇതുവരെ ഇങ്ങനെ ഉമ്മാന്റെ സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങൾക്കും വേണ്ടി എനിക്കും വേണ്ടിയൊക്കെ വിറ്റ്. പിന്നെ കുറിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ സഹായിക്കാന്നാണല്ലോ, പാവങ്ങളെ സഹായിക്കുക. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിപ്പെടുന്നു. പിന്നെ ഇനി കഷ്ടപ്പാടൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. സ്പോൺസർഷിപ്പ് ഒക്കെ വരുന്നുണ്ട് അൽഹംദുലില്ലാ. പിന്നെ ഇതൊക്കെയാണ് ചാലഞ്ചസ്. മണി ആയാലും സപ്പോർട്ടീവ് ആയാലും പിന്നെ ദിസ് ആർ ദ ചാലഞ്ചസ്. പിന്നെ നമ്മൾ ഫ്ലൈയിങ് പോകുമ്പം എനിക്ക് നല്ല എക്സൈറ്റ്മെന്റ് ആയിരുന്നു. പറക്കാൻ പോവാന്ന് ആ ഒരു ഇത് നമ്മൾ ആഗ്രഹം സഫലീകരിക്കാൻ പോവാണല്ലോ, അത് നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. പിന്നെ ചിലപ്പോൾ എനിക്ക് ഒരു എന്താ പറയാ ഒരു സങ്കടമായിട്ടൊക്കെ ചിലപ്പോൾ ഫീൽ ചെയ്യലുണ്ട്. എനിക്കിപ്പോൾ ഫ്ലൈയിങ് കിട്ടിയില്ലെങ്കിൽ ഇന്ന് ഫ്ലൈയിങ് ഇല്ലല്ലോ എന്നുള്ള ആ ഒരു സങ്കടങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് ഇംഗ്ലീഷ് അത്ര ഫ്ലുവൻ്റ് അല്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചൊരു കുട്ടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഒഴുകൂർ സ്കൂളിൽ അവിടെ ഇംഗ്ലീഷൊന്നും അല്ല കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ടത്. ഇപ്പൊ CBSE ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷാണ് നമ്മൾ പറയുമ്പോൾ സംസാരിക്കുമ്പോഴൊക്കെ ഇംഗ്ലീഷാണല്ലോ പറയേണ്ടത്. അപ്പൊ ആ ഒരു ഇതുകൊണ്ട് തന്നെ +2 കഴിഞ്ഞിട്ട് പിന്നെ ആദ്യം ബാംഗ്ലൂരിൽ പോയി, ഞാനും ഉമ്മയും മാത്രം ക്ലാസ് 2 മെഡിക്കൽ എടുക്കാൻ. ഞാൻ പറഞ്ഞില്ല മെഡിക്കൽ എടുക്കണം. അപ്പൊ അതിനു വേണ്ടി പോയപ്പം ഇംഗ്ലീഷ് പ്രശ്നമാവുമോ, എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മനസ്സിലാവും, അങ്ങോട്ട് സംസാരിക്കാനും അറിയും, പക്ഷെ എന്നാലും ഒരു പേടി, സംസാരിക്കാൻ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടാവുമോ, സംസാരിക്കാൻ എന്നെ കൊണ്ട് കഴിയുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ സംസാരിക്കല്ലാതെ വേറെ മാർഗമില്ല. അപ്പൊ ആ ഒരു സമയത്ത് ഇംഗ്ലീഷ് തന്നെ ഇപ്പൊ എനിക്ക് കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ ഏത് വേദിയിൽ എന്തു സംസാരിക്കും, എനിക്ക് ആ ഒരു ധൈര്യം ഉണ്ട്. ഇപ്പം +2 കഴിഞ്ഞിട്ട് ഈ ഒരു മേഖല ചൂസ് ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും ഒരു എനർജിയും കാര്യങ്ങളൊക്കെ കിട്ടിയത്. ഇത് ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ. അപ്പൊ ഇംഗ്ലീഷ് എനിക്കൊരു പ്രശ്നമാവുമോ എന്ന് ആ ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് സംസാരിച്ചു ഇപ്പൊ ഓക്കെ ആയി. പിന്നെ ഞാൻ ഫ്ലൈയിങ് മഹാരാഷ്ട്രയിലാണ് ചെയ്യുന്നത്. ഇവിടെ കേരളത്തിലത്തെ ഒരാളും ഇല്ല എൻ്റെ കൂടെ, ഞാൻ മാത്രമേ ഉള്ളൂ ശരിക്കും മലയാളി. പക്ഷെ 2 തമിഴൻസ് ഉണ്ട്, അവർക്ക് മലയാളം അറിയാം. എൻ്റെ കൂടെ ഉള്ളൊരു ചെക്കന് ട്രിവാൻഡ്രത്താ, അവരുടെ പാരൻസ് ഒക്കെ അവിടെ സെറ്റിൽ ആയതാണ്. പക്ഷെ പാരൻസ് ഒക്കെ തമിഴ്നാട്ടുകാരാ. അപ്പം മലയാളം അറിയുന്ന 2 കുട്ടികളുണ്ട്, ബാക്കിയൊക്കെ ഹിന്ദിക്കാരാണ്. സോ നമ്മൾ ഇംഗ്ലീഷിലേ സ്പീക്ക് ചെയ്യലുള്ളൂ, ഇംഗ്ലീഷും ചിലപ്പോൾ ഹിന്ദിയും. അതാണ് ഞാൻ പറയുന്നത്, ഇംഗ്ലീഷും ഹിന്ദിയും കൂടെ നമ്മൾ പഠിക്കുന്നത് നന്നായിരിക്കും എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് ഞാൻ നേരിട്ട ചാലഞ്ചസ്. പിന്നെ മഹാരാഷ്ട്രയിലൊക്കെ പോകാൻ നല്ല ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അതായത് നമ്മൾ ഫ്ലൈയിങ് സ്കൂളിൽ ജോയിൻ ചെയ്യുമ്പം റിട്ടേൺ ടെസ്റ്റ് ഇന്റർവ്യൂ ഉണ്ടാവും. അത് ഈ SPL ലൈസൻസ് കിട്ടാൻ, സ്റ്റുഡന്റ് പൈലറ്റ് ലൈസൻസ് കിട്ടാൻ. അപ്പം ആ ഒരു ഇതുകൊണ്ടും ഞാനും ഉമ്മയും മാത്രമാണ് പോകുന്നത്. അന്ന് പെട്ടെന്നായിരുന്നു, ടിക്കറ്റും കാര്യങ്ങളൊന്നും കൺഫേം ഒന്നും അല്ലായിരുന്നു. അങ്ങനെ TT-നോടൊക്കെ സംസാരിച്ച് അത് വല്ലാത്തൊരു ജേണി ആയിരുന്നു. കുറെ ചാലഞ്ചസ് നേരിട്ടിട്ടുണ്ട്. അതിപ്പോ സമൂഹത്തിൽ നിന്നാണെന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഒരു ഹിജാബ് ഇട്ടാണെന്നും ഈ ഒരു മേഖല ചൂസ് ചെയ്യാൻ പറ്റൂല. പിന്നെ ഉസ്താദിന്റെ മോളല്ലേ, ഒരു പെൺകുട്ടിയല്ലേ, എങ്ങനെ ഓള് ആകാശത്തിൽ പറക്കണ്, ആ ഒരു ചാലഞ്ചസ് ഒക്കെ നേരിട്ടുണ്ട്. ഇതൊക്കെയാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മതപരമായ മൂല്യങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങളും എങ്ങനെയാണ് നിങ്ങൾ കൊണ്ടുപോയത്? അത് പാരന്റ്സിന്റെ സപ്പോർട്ട് കാരണത്താൽ തന്നെയാണ്. അവരെന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, നീ ഏതൊരു പൊസിഷനിൽ എത്തിയാലും നമ്മളുടെ പേഴ്സണാലിറ്റി